ബിഗ് ബോസ് എന്ന് പറയുന്ന മലയാളത്തിൽ വളരെയധികം പോപ്പുലർ ആയിട്ടുള്ള ഒരു റിയാലിറ്റി ഷോ. അതിൽ കഴിഞ്ഞ ദിവസം നടന്നിട്ടുള്ള ചില സംഭവങ്ങൾ, അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചില പ്രതികരണങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത്. ആദ്യമായി ഒരു ഡിസ്ക്ലൈമർ പറയുകയാണ്. തങ്ങളുടേതല്ലാത്ത ഒരു ആശയം അല്ലെങ്കിൽ ഒരു വേൾഡ് വ്യൂ, ഒരു ശരിതെറ്റിനെ കുറിച്ചുള്ള ഒരു കാഴ്ചപ്പാട് കേൾക്കുമ്പോഴേക്ക് ആകെ ട്രിഗറായിക്കൊണ്ട് അങ്ങനെയൊന്നും പറയാൻ തന്നെ പാടില്ല, നിങ്ങളത് സംസാരിക്കാൻ പാടില്ല, അത് സംസാരിക്കുന്നത് അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ തോന്നുന്ന ആളുകളുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോ നിങ്ങൾക്കുള്ളതല്ല, നിങ്ങൾക്ക് നിർത്തിപ്പോകാം. മറ്റുള്ളവരുടെ വേൾഡ് വ്യൂസും മറ്റുള്ളവരുടെ കാഴ്ചപ്പാടുകളും കേൾക്കാൻ നിങ്ങൾക്ക് സഹിഷ്ണുതയുണ്ടെങ്കിൽ മാത്രം ഈ വീഡിയോ കണ്ടാൽ മതി എന്ന് ആദ്യമായി പറയാണ്. എല്ലാവരുടെയും ഒരു ഫ്ലോക്കനുസരിച്ച് അല്ലെങ്കിൽ ഒരു ഒഴുക്കിനനുസരിച്ച് മാത്രം സംസാരിക്കുക, അല്ലാത്തുള്ള സംസാരങ്ങളൊന്നും പാടില്ല എന്ന ഒരു കാഴ്ചപ്പാടുകാരനാണ്. അതല്ലാത്ത സംസാരങ്ങൾ കേൾക്കുമ്പോൾ ആകങ്ങട്ട് ഇടങ്ങേറാകുന്ന ആളാണെന്നുണ്ടെങ്കിൽ തൽക്കാലം ചൊറിഞ്ഞുകൊണ്ട് ആ വീഡിയോ അവസാനിപ്പിക്കുക എന്നുള്ളതാണ് ഇപ്പോൾ നിങ്ങൾക്ക് ചെയ്യാനുള്ളത്. കാരണം പല ആളുകൾക്കും അക്സെപ്റ്റബിൾ അല്ലാത്ത കാര്യങ്ങളും ഈ വീഡിയോയിൽ പറയും. അത് കേൾക്കാൻ സഹിഷ്ണുതയുള്ളവർ മാത്രം കേൾക്കും. രണ്ടാമത്തെ ഒരു ഡിസ്ക്ലൈമർ കൂടി ഞാൻ പറയാം. ഞാനോ നിങ്ങളോ പേഴ്സണലി ബിഗ് ബോസ് എന്ന് പറയുന്ന ഈ സാധനം കാണാറില്ല. ചിലപ്പോഴൊക്കെ അതിൻ്റെ ക്ലിപ്പൊക്കെ വരുമ്പോൾ ക്രിഞ്ചടിക്കാറാണ് ഉണ്ടാവാറുള്ളത്. ഇപ്പം നമ്മൾ റിയാക്ട് ചെയ്യുന്നത് ആരൊക്കെ അയച്ചു തന്നത് നമ്മൾ കണ്ടതാണ്. മൊത്തത്തിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവിടെ നടന്ന എല്ലാ കാര്യങ്ങളും കൂടി ഒരു ക്ലിപ്പാക്കി ഒരു സുഹൃത്ത് അയച്ചു തന്നതും പിന്നെ ഒരു യൂട്യൂബിൽ വന്നിട്ടുള്ള ഒരു ക്ലിപ്പും അത് റിയാക്ട് ചെയ്യണമെന്ന് തോന്നിയോണ്ട് നമ്മൾ എടുത്തു. ആ ഒരു വിഷയം ഹാൻഡിൽ ചെയ്തത് മൊത്തത്തിൽ ഷോയിൽ ആ വിഷയം വന്നത് മൊത്തം ഒരു പാക്കാക്കി അയച്ചു തന്നതുകൊണ്ട് ആണ് ആ വിഷയം ഏകദേശം ഫുള്ളായി കേട്ടു. അപ്പോൾ അതിനോടുള്ള ഒരു റിയാക്ഷനാണ്. ഇതിൽ വിഷയം എന്താണെന്നുള്ളത് ഏകദേശം എല്ലാവർക്കും അറിയുണ്ടാവും. ബിഗ് ബോസ് എന്ന് പറയുന്ന ഷോയിൽ, അതുപോലെ തന്നെ പൊതുവെ റിയാലിറ്റി ഷോകളിലും അതുപോലെ തന്നെ സിനിമകളിലും ഒക്കെ നിരന്തരമായിക്കൊണ്ട് ഒരു ലിബറൽ അജണ്ടയും LGBT അജണ്ടയൊക്കെ പുഷ് ചെയ്യാൻ വേണ്ടി അത്തരക്കാരായ ആളുകൾക്ക് ഓവർ റെപ്രസെന്റഡ് ആയിട്ടുള്ള ഒരു വിസിബിലിറ്റി നമ്മൾ പലപ്പോഴും കഴിഞ്ഞ ഇതൊരു 3-4 സീസണുകളിലായിട്ട് ഇതേ പാറ്റേൺ കാണാൻ പറ്റും. എല്ലാ ഷോയിലും എല്ലാ സീസണിലും 1-2 ആളുകൾ ഈ രീതിയിലുള്ള ഇവരുടെ റെപ്രസെന്റേഷൻ എന്നുള്ള നിലക്ക് ഇതിങ്ങനെ പുഷ് ചെയ്യുന്ന കാണാം, ഈ അജണ്ട പുഷ് ചെയ്യുന്ന കാണാൻ പറ്റും. ഒരുപക്ഷെ അവർ LGBTQ കുറിച്ച് പറയുന്നതായിരിക്കാം, അത് ക്ലിപ്പായിട്ടും റീലായിട്ടും ഇറങ്ങുക. അല്ലെങ്കിൽ ഈ ബിഗ് ബോസ് എന്ന് പറയുന്നത് തന്നെ ഒരുപക്ഷെ കൂടുതൽ ഈ വീടുകളുടെ ഉള്ളിലുള്ള ആളുകൾ, അമ്മമാര്, അങ്ങനത്തെ ആൾക്കാരൊക്കെ കാണുന്ന ഷോ ആണ്. അപ്പോൾ കേരളത്തിൻ്റെ ഒരു പൊതു സൊസൈറ്റിയിലേക്ക് ഒരു കാര്യം നോർമലൈസ് ചെയ്യാൻ വേണ്ടി ഇട്ട് കൊടുക്കുക എന്നുള്ള സംഗതി ഉണ്ടല്ലോ, ഒരു അജണ്ട പുഷ് ചെയ്ത് നമുക്ക് കാണാൻ പറ്റും 3-4 സീസണിലായിട്ട്. അപ്പോൾ ഇപ്രാവശ്യം വന്നിട്ടുള്ള എന്താ ചോദിച്ചാൽ, ഇപ്രാവശ്യം ഒരു ലെസ്ബിയൻ കപ്പിൾസ് എന്ന് പറഞ്ഞുകൊണ്ട് വളരെയധികം വിവാദമായിട്ടുള്ള 2 ആളുകൾ അവർ എന്ത് ചെയ്തിട്ടുണ്ട്, ബിഗ് ബോസ് ഷോയിലുണ്ട്. അതിൽ പിന്നീട് വന്ന ഒരാൾ അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചില വിയോജിപ്പുകൾ പറഞ്ഞു. ആ വിയോജിപ്പുകൾ പറഞ്ഞ രീതിയും പദങ്ങളും എല്ലാം നമ്മൾ അതിനെ ചർച്ച ചെയ്യേണ്ടതാണ്. അതെ, പക്ഷേ അങ്ങനെ ഒരു വിഷയം ഉണ്ടായപ്പോൾ എങ്ങനെയാണ് ബിഗ് ബോസും അതുപോലെ തന്നെ അത് പിന്നെ ഹോസ്റ്റ് ചെയ്യുന്ന മോഹൻലാലും ഒക്കെ അതിനെ ഹാൻഡിൽ ചെയ്തത്, എങ്ങനെയാണ് ഒരു അജണ്ട പുഷ് ചെയ്യുന്നത് എന്നുള്ളതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു റിയാക്ഷനാണ് നമ്മൾ ചെയ്യുന്നത്. ആദ്യമായി നമുക്ക് ഇത്തരമൊരു വിഷയം ഉണ്ടായപ്പോൾ അതിനോടൊരു വിയോജിപ്പ് പറഞ്ഞ കാര്യത്തെ എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യുന്നത് എന്നുള്ളത് നമുക്ക് ആദ്യമായി മോഹൻലാൽ പിന്നെ ഹോസ്റ്റ് ചെയ്യുന്ന ലെസ്ബിയൻ കപ്പിൾസിന്റെ റിലേഷൻഷിപ്പ് ഇത്ര നോർമലൈസ് ചെയ്തതിനോട് ഞാൻ യോജിക്കുന്നില്ല. എനിക്ക് പേഴ്സണലി അതിനോട് വിയോജിപ്പുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്. ഇപ്പോൾ ഇതില് അവര് പറഞ്ഞു തന്നെ എനിക്ക് വിയോജിപ്പുണ്ട്, അവരുടെ ഒരു കൺസേൺ ആണത്. എനിക്ക് അതിനോട് വിയോജിപ്പുണ്ട്. നിങ്ങളുടെ വിയോജിപ്പ് അവർക്ക് എന്തൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ടില്ല. ഇവരുടെ ഒരു മോറൽ വ്യൂ പറഞ്ഞതാണ്. അപ്പോൾ അവർക്ക് എന്തെങ്കിലും ഉണ്ടെന്ന് പറഞ്ഞിട്ടില്ലല്ലോ. അപ്പോൾ ഇത് പറയാൻ തന്നെ പാടില്ല എന്നുള്ളതാണ് അൾട്ടിമേറ്റ്ലി ഇദ്ദേഹം പറയുന്നത്. പല കാര്യങ്ങൾ ഇപ്പോൾ അവരവരുടെ ജോലി ചെയ്ത് ജീവിക്കില്ല, അതൊന്നും ഇവിടെ വിഷയമല്ല. ഇവരുടെ ഒരു കൺസേൺ മാത്രമാണ് പറഞ്ഞത്. എനിക്ക് ലെസ്ബിയനിസം എന്ന് പറയുന്ന സംഗതി പുഷ് ചെയ്യുന്നതിനോട് താല്പര്യമില്ല, അങ്ങനെ ചെയ്യാൻ പാടില്ല എന്നാണോ പറയുന്നത്? നോക്കാം ബാക്കി. നിങ്ങൾ ഏത് സമൂഹത്തിലാണ്? മുഴുവൻ സമൂഹം അക്സെപ്റ്റ് ചെയ്ത് ഞങ്ങൾ എന്തിനാണ്? ഞങ്ങൾ മണ്ടന്മാരാണോ ഇങ്ങനെ ഷോയിൽ അവരെ അക്സെപ്റ്റ് ചെയ്യാൻ? ഞങ്ങൾക്ക് ആർക്കും ഒരു പ്രോബ്ലം ഇല്ലല്ലോ. നിങ്ങൾ എന്ത് മോശം. അപ്പോൾ സമൂഹം മുഴുവൻ അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞതല്ലേ എന്നാണ്. അപ്പോൾ ഏത് സമൂഹത്തെക്കുറിച്ചാണ് മൂപ്പർ പറയുന്നത് അറിയില്ല. മൂപ്പർ പറയുന്നത് എന്താണെന്ന് എനിക്ക് മനസ്സിലാവാത്ത ഒരു കാര്യമാണ്. അതായത് സൊസൈറ്റിയിൽ ഭൂരിപക്ഷം അക്സെപ്റ്റ് ചെയ്തു എന്ന് വിചാരിക്കാം, ഇതൊരു ശരിയായ കാര്യമാണ്, മോറലി ഓക്കെ ആണ് എന്ന് അക്സെപ്റ്റ് ചെയ്താൽ പിന്നെ ആർക്കും അതിനെ എതിർത്ത് പറയാൻ പാടില്ല എന്നാണോ? എന്താണ് അതുകൊണ്ട് ഉദ്ദേശിച്ചത്? പുറത്തു പോയ ആൾക്ക് എന്താ മോറലി ഒരു കാര്യം തെറ്റാണെന്ന് പറയാൻ പറ്റൂലേ? അല്ലെങ്കിൽ അതിനോട് യോജിക്കുന്നില്ല എന്ന് പറയാൻ പറ്റൂലേ? പിന്നെ എൻ്റെ വീട്ടിൽ കയറ്റും ആയിക്കോട്ടെ, ഓരോരുത്തരുടെ വീട്ടിൽ കയറ്റണ്ടേ, അത് ആ സ്റ്റേറ്റ്മെന്റ് ശരിയാണോ എന്നുള്ളത് വേറെ വിഷയമാണ്. അതിൽ ഇത് മാത്രമല്ല, ഇത് ഒന്നാമത് 70+ കൺട്രീസിൽ
ഇങ്ങനെയുള്ള റിലേഷൻഷിപ്പ് അവർ ബാൻ ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ പാടില്ല എന്ന് പറഞ്ഞതാണ്. ഇനി ഈവൻ എല്ലാവരും അംഗീകരിച്ചതാണെങ്കിൽ പോലും, ഇവിടെ പറഞ്ഞ പോലെ എല്ലാവരും അംഗീകരിച്ചതാണെങ്കിൽ പോലും ഒരാൾക്ക് അയാളുടെ അഭിപ്രായം പറയാൻ പാടില്ല എന്നെങ്ങനെ പറയാൻ പറ്റുക? സമൂഹം മൊത്തം ഒരു കാര്യം പറയുന്നത് നിങ്ങളത് പറഞ്ഞിരിക്കണം എന്ന് മോഹൻലാലാവട്ടെ ഏത് മഹാനടനാവട്ടെ അത് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ നമുക്കാർക്കും അംഗീകരിക്കാൻ പറ്റുന്ന ഒരു വിഷയമല്ല അത്. അപ്പോൾ ഇത് പിന്നെ മെജോറിറ്റി പറയുന്നുണ്ട്, അല്ലെങ്കിൽ മെജോറിറ്റിയുടെ വ്യൂ അതാണ്, അതുകൊണ്ട് നിങ്ങളും അത് അംഗീകരിച്ചു കൊള്ളണം എന്ന് പറയുന്ന ഇതൊക്കെ എങ്ങനെയാണ് ആളുകൾക്ക് ഇത് കേട്ടിരിക്കാനും ഇതിനെ സപ്പോർട്ട് ചെയ്യാനും പറ്റുന്നതാണ്? അല്ല, എന്നിട്ട് അതിന്റെ അടിയിൽ വരുന്ന കമന്റുകളാണ് ഇത് ഭയങ്കര തഗ്ഗായി, ലാലേട്ടൻ അങ്ങനെ ഇങ്ങനെയാക്കി എന്നൊക്കെ പറഞ്ഞിട്ട്. ആയിക്കോട്ടെ, ഈവൻ നിങ്ങൾ LGBT സപ്പോർട്ട് ചെയ്യുന്ന ആളാണെങ്കിൽ പോലും ഇങ്ങനെ, അതായത് ഇതിന് വിരുദ്ധമായ ഒരു സ്റ്റാൻഡ് എടുക്കാൻ പാടില്ല എന്ന് പറയുന്ന പൊസിഷനെ എങ്ങനെയാണ് ന്യായീകരിക്കാൻ പറ്റുക എന്നുള്ളത് എനിക്ക് സത്യമായിട്ട് മനസ്സിലാകുന്നില്ല. ഇനി ബാക്കി വേറെ കുറച്ചൊരു ഭാഗങ്ങൾ കൂടിയാണ്. ഇതിന് മറുപടി പറയോ? ആ സ്റ്റേറ്റ്മെന്റ് അല്ല ഞാൻ പറഞ്ഞത്. ഞാനും ആക്ച്വലി ഇത് നോർമലൈസ് ചെയ്യുന്നതിനോട് എനിക്കും താല്പര്യമില്ല. ഞാൻ അഭിഷേകിനോട് പറഞ്ഞൊരു കാര്യം, നിങ്ങളുടെ താല്പര്യം എന്റെ പേഴ്സണൽ, ഞാൻ പേഴ്സണൽ കാര്യമല്ലേ? നിങ്ങൾക്ക് താല്പര്യമില്ല, നിങ്ങളുടെ താല്പര്യം നിങ്ങൾ മാത്രമാണ്, നിക്ഷിപ്തമാണ്. നിങ്ങളുടെ സൗകര്യത്തിന് ജീവിക്കാൻ മറ്റൊരാളെ നിങ്ങൾ പ്രേരിപ്പിക്കരുത്. ഇല്ല, പ്രേരിപ്പിച്ചല്ല, ഞാൻ അഭിഷേകിനോട് പറഞ്ഞ അതായത് നിങ്ങൾ രണ്ടുപേരും പുറത്തു നിന്ന് വന്ന ആൾക്കാരാണ്. ഈ ഷോ അവിടെ ഒരു ചോദ്യം ഉണ്ട്, ഞാൻ എന്റെ പേഴ്സണൽ ആയിട്ടുള്ള ഒരു കാര്യമാണെന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. അപ്പൊ തിരിച്ചു പറയാൻ നിങ്ങൾ കുറച്ച് കഴിഞ്ഞിട്ട് വന്നതല്ലേ, ഇവിടുത്തെ വിഷയമൊക്കെ അറിയില്ല എന്നൊക്കെയാണ് ചോദിക്കുന്നത്. അല്ല, ഇതില് അവർ പറയുന്നത് വെച്ചാൽ ഒരു പ്രശ്നത്തെ അവർ പറയാണ്, അതായത് നോർമലൈസ് ചെയ്യുക. ഇത്തരം ഷോയിലൂടെ ഇത്തരം റിലേഷൻഷിപ്പുകൾ, ഇത്തരം കാര്യങ്ങൾ, ഇത്തരം ഐഡിയാസ് അത് നോർമലൈസ് ചെയ്യാണ് എന്നുള്ളതാണ് ഇവർ ഉന്നയിക്കുന്ന പ്രോബ്ലം. അത് ഇവരുടെ പേഴ്സണലി ഇവരുടെ ഒരു കൺസേൺ ആണ്. അപ്പോൾ അങ്ങനെ പറയാൻ നിങ്ങൾ ആരാണ്, അല്ലെങ്കിൽ അത് എന്താ അങ്ങനെ പറയുന്നത് എന്ന ഒരു ചോദ്യമാണ് ശരിക്കും പറഞ്ഞാൽ. സിമ്പിളായി പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം അവിടെയുള്ള ലെസ്ബിയൻ കപ്പിൾസ് എന്ന് പറയുന്ന ആളുകൾ അവർ മുന്നോട്ട് വെക്കുന്ന ഒരു ആശയമുണ്ട്, അല്ലെ അവർ പറയുന്ന ചില കാര്യങ്ങളുണ്ട്. അത് പറയാൻ അവർക്കുള്ള റൈറ്റ് പോലെ തന്നെ അത് അങ്ങനെയല്ല എന്ന് വിശ്വസിക്കാനും പറയാനും, അതങ്ങനെയല്ല എന്ന് വിശ്വസിക്കാനും പറയാനും ഇവർക്കും റൈറ്റ് വേണമല്ലോ. ജനാധിപത്യം എന്ന് പറയുമ്പോൾ അവർക്ക് അവരുടെ ഒരു അജണ്ട പുഷ് ചെയ്യാനോ അല്ലെങ്കിൽ കാര്യം പറയാനോ ഉള്ള റൈറ്റ് പോലെ തന്നെ അത് പറ്റില്ല, ഞങ്ങൾക്കതിൽ കൺസേൺ ഉണ്ട് എന്ന് പറയാൻ അവകാശമില്ല എന്ന് പറഞ്ഞാൽ അത് ഇവിടുത്തെ ജനാധിപത്യമാണ്. ഷോയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഫണ്ടമെന്റൽസിനെയാണ് ചോദ്യം ചെയ്യുന്നത്. എത്രയോ കഴിഞ്ഞ ഷോയിലും എത്രയോ ഷോയിലും ലോകത്തുള്ള എല്ലാവരും ഫണ്ടമെന്റൽസിനാണ് ചോദ്യം ചെയ്യുന്നത്. എന്താ ഇതാണ് ഫണ്ടമെന്റൽ? അതായത് ഒരു അഭിപ്രായം പറഞ്ഞാൽ അത് ഫണ്ടമെന്റൽസിനെ ചോദ്യം ചെയ്യും. ഒന്ന് ആലോചിച്ച് നോക്കുക, ലോകത്തുള്ള എല്ലാത്തിനെയും വിമർശിക്കാം, ലോകത്തുള്ള എന്ത് കാര്യത്തിനെയും വിമർശിക്കാം, പക്ഷേ ഈ ഒരു കാര്യം ഫ്രീഡം ഓഫ് ഉണ്ടാൻ പാടില്ല. അതന്നെ ആരെങ്കിലും അങ്ങനെ ചെയ്യരുതെന്നോ അല്ലെങ്കിൽ അവരങ്ങനെ ജീവിക്കാൻ പാടില്ല എന്നല്ല പറഞ്ഞത്. അതിനെ നോർമലൈസ് ചെയ്യുന്നതിനോട് വിയോജിപ്പുണ്ട്. എന്താണ് നോർമലൈസേഷൻ എന്നുള്ളതൊക്കെ നമുക്ക് വരാം. അത് നോർമലൈസ് ചെയ്യുന്നതിനോട് വിയോജിപ്പുണ്ട് എന്ന് പറഞ്ഞാൽ അത് ഷോയുടെ ഫണ്ടമെന്റൽസിനെ ചോദ്യം ചെയ്യണം. ഷോ എന്ന് പറയുന്നത് ഇതിന് വേണ്ടിയിട്ടാണെന്നാണ് തോന്നുന്നത്. ഒരു കാര്യം അവർക്ക് എന്താണ് കുഴപ്പം? ഞാൻ കമ്മ്യൂണിറ്റിക്ക് എതിരോ അങ്ങനെ ഇതല്ല പറഞ്ഞേ. ഞാനൊരു അമ്മയാണ്, എന്റെ മോൻ ഇത് ഷോ കാണുന്നതാണ്. ഏത് ഏജിലാണ് കുട്ടികൾ കാണണ്ടേ? ഷോ കാണുന്നതല്ലേ നിങ്ങളുടെ അമ്മയും കാണുന്നതാണ്, എല്ലാവരും കാണുന്നതാണ്. വീട്ടിൽ കേറ്റാൻ കൊള്ളാത്ത എന്ന് പറയാൻ നിങ്ങൾക്ക് എന്ത് അധികാരമുണ്ട്? എനിക്കിത് നോർമലൈസ് ചെയ്തതിനോട് ബുദ്ധിമുട്ടുണ്ട്. പിന്നെ എന്താ ചെയ്യേണ്ടത് ഒന്ന് പറഞ്ഞു കൊടുക്കും. ഞാൻ എനിക്കവിടെ മനസ്സിലായി. അതാണ് പോയിന്റ്. അതായത് ഇവരൊരു വിയോജിപ്പ് പറയുമ്പോൾ നേരെ പറയുന്നത് എന്താണ്, എന്നാ ഞങ്ങളെ കൊല്ലണം എന്നാണ് നിങ്ങൾ പറയുന്നത്. ഇത് സ്ഥിരം ഇവർ പറയുന്ന ഒരു കാര്യമാണ്. നമ്മളൊരു കാര്യത്തിൽ വിയോജിപ്പ് പറയുമ്പോൾ എന്നാ പിന്നെ ഞങ്ങൾ ജീവിക്കാൻ പാടില്ല എന്നാണോ നിങ്ങൾ പറയുന്നത്, ഞങ്ങളെ കൊന്നുകളയണം. അങ്ങനെ ആരും ഇവിടെ പറഞ്ഞിട്ടില്ലല്ലോ. ഈ ചർച്ചയിൽ സ്പെസിഫിക്കലി ഈ ചർച്ച നോക്കിക്കഴിഞ്ഞാൽ അങ്ങനെ നമ്മൾ പറയുന്നില്ലല്ലോ, അങ്ങനെ അവർ പറഞ്ഞിട്ടില്ലല്ലോ. അപ്പം നേരെ അങ്ങോട്ടേക്ക് ഡൈവേർട്ട് ചെയ്തിട്ട് പിന്നെ പ്രേക്ഷകരെ ഇവർ ഈ രീതിയിൽ ചിന്തിക്കുന്ന ആളുകളാണ് എന്ന് തോന്നിപ്പിക്കുക എന്നുള്ളതാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം. ഇതിൽ പല ആളുകൾക്കും മനസ്സിലാവാത്തൊരു കാര്യം എന്താണ് ഈ നോർമലൈസേഷൻ, എന്താണ് ഈ വ്യക്തി ലക്ഷ്മി എന്ന് പറയുന്ന ആളാണ് ഇത് ഭയങ്കര സ്റ്റേൺ ആയിക്കൊണ്ട് പറഞ്ഞത്. അതിൽ പറഞ്ഞ അവർ പറഞ്ഞൊരു കൺസേൺ ചെറിയ കുട്ടികളടക്കം കാണുന്നതാണ്. ഇത് ഈ വ്യക്തി മാത്രമല്ല, ഫേസ്ബുക്കിൽ ഞാനൊരു കുറിപ്പ് കണ്ടിരുന്നു, ഒരു അമ്മയുടെ കുറിപ്പ്. ഒരുപാട് കുറിപ്പുകൾ വന്നിട്ടുണ്ട്. അതിൽ ഞാൻ പ്രത്യേകം ശ്രദ്ധിച്ച ഒരു കുറിപ്പിൽ പറയുന്ന കാര്യം എന്താ വെച്ചാൽ, എൻ്റെ മക്കൾ എന്നോട് ചോദിക്കുന്നു ആരാണ് ഈ 2 പെൺകുട്ടികൾ, അവർ സഹോദരിമാരാണോ എന്ന് ചോദിക്കുന്നു. എന്താണ് ഞാൻ അവരോട് മറുപടി പറയേണ്ടത്? ശരിക്കും അതൊരു ചോദ്യമാണ്. അതായത് ചെറിയ കുട്ടികൾ ഇങ്ങനെ കാണാൻ, ഇത് ഏതെങ്കിലും ഒരു അഡൽട്ട് ഷോയോ അല്ലെങ്കിൽ പിന്നെ വളരെ സ്പെസിഫിക് ആയിട്ടുള്ള ഒരു സിനിമയോ പോലും അല്ല. ഇത് എല്ലാ ദിവസവും ഭൂരിഭാഗം ആളുകളുടെയും വീട്ടിൽ ഇങ്ങനെ പ്ലേ ചെയ്യുന്ന ഒരു ഷോ ആണ്, ഈ റിയാലിറ്റി ഷോ ആണ്. ഇത് ഈ വിഷയം മാത്രമല്ലാത്തതുകൊണ്ട് തന്നെ പൊതുവായി ജനങ്ങൾ കാണുന്ന ഒരു ഷോ ആണ്. അതിൽ ചെറിയ കുട്ടികൾ കാണുന്ന കുട്ടികൾ ചോദിക്കുകയാണ് ഇവർ 2 പേർ ആരാണ്. ഇതിന് കേരളീയ പൊതുസമൂഹത്തിൽ പിന്നെ ഏഷ്യാനെറ്റും അതുപോലെ തന്നെ മോഹൻലാലും അടക്കമുള്ള ആളുകൾ പറയേണ്ട മറുപടി, ഇങ്ങനെ ചെറിയ കുട്ടികൾ ചോദിക്കുമ്പോൾ എന്തു മറുപടിയാണ് പറയേണ്ടത് എന്ന് രക്ഷിതാക്കൾക്ക് നിങ്ങളൊന്ന് പറഞ്ഞു കൊടുക്കണം. എന്താണ് നിങ്ങൾ പറയേണ്ട മറുപടി? അതായത് 2 പെൺകുട്ടികൾ, പൊതുവെ കുട്ടികളടക്കം കണ്ടിട്ടുള്ളത് ഭാര്യയും ഭർത്താവും, അല്ലെങ്കിൽ അവരാണ് കല്യാണം കഴിക്കുന്നത്, ആണ് പെണ്ണും തമ്മിലുള്ള കല്യാണം കഴിക്കുന്നതാണ് പൊതുവിൽ കാണുന്നത്. അതല്ല, അങ്ങനെ ചെറിയ കുട്ടികളെ അടക്കം പെണ്ണും തമ്മിലുള്ള കല്യാണങ്ങളുണ്ട്, ബന്ധങ്ങളുണ്ട്, അവർ പരസ്പരം ഒരുമിച്ച് ജീവിക്കും. അതൊക്കെ ചെറിയ കുട്ടികളോടടക്കം പറഞ്ഞു കൊടുക്കണമെന്നാണോ നിങ്ങൾ പറയുന്നത്? അതല്ല, എന്തായിട്ടാണ് അതിനെ ചെറിയ കുട്ടികൾക്ക് വിശദീകരിച്ചു കൊടുക്കേണ്ടത് എന്നുള്ളത് നിങ്ങൾ പറയണം. അവിടെ ശരി, അങ്ങനെ പെണ്ണും തമ്മിലൊക്കെ അങ്ങനെയൊക്കെ ബന്ധപ്പെട്ട് ആ രൂപത്തിലൊക്കെ ഒരുമിച്ച് ജീവിക്കുന്ന ഭാര്യയുമായി ജീവിക്കുന്ന
സംസാരിക്കുന്ന അവസ്ഥയൊക്കെ ഉണ്ട് എന്ന് ചെറിയ കുട്ടികളോടക്കം പറയണം എന്നാണ് നിങ്ങളുടെ വാദമെങ്കിൽ അതിനെയാണ് ഈ നോർമലൈസേഷൻ, അതുപോലെ തന്നെ അജണ്ട പുഷ് ചെയ്യുക, ഐഡിയോളജി അടിച്ചേൽപ്പിക്കുക എന്നൊക്കെ പറയാം. ഇതാണ് അൾട്ടിമേറ്റ് നമ്മൾ പറയുന്നത്. പിന്നെ രണ്ടാമത്തെ ഒരു കാര്യം എന്താ വെച്ചാൽ ഈ നോർമലൈസേഷൻ എന്താണെന്ന് പല ആളുകൾക്കും മനസ്സിലായിട്ടില്ല. അത് ചെറിയൊരു ഉദാഹരണം പറയാം. ഇപ്പോൾ ഈ ബിഗ് ബോസ് എന്ന് പറയുന്ന റിയാലിറ്റി ഷോ, അതിൽ എല്ലാ ദിവസവും പിന്നെ വൈകുന്നേരം ചായ കുടിക്കുന്നുണ്ടാവും. ചായ കുടിച്ച് കഴിഞ്ഞിട്ട് പിന്നെ ഒരു 6 മണിയാകുമ്പോൾ എല്ലാവരും ഇരുന്ന് കള്ളു കുടിക്കുന്നു. അതിങ്ങനെ എല്ലാ ദിവസവും ഇങ്ങനെ കാണിക്കുന്നു. അപ്പോൾ പിന്നെ സ്വാഭാവികമായിട്ടും കള്ളു കുടിക്കുന്ന ആൾക്കാർക്ക് പോലും ചിലപ്പോൾ എന്തുണ്ടാവും, അതിനോടൊരു വിയോജിപ്പുണ്ടാവും. ഇതിങ്ങനെ ചെറിയ കുട്ടികളടക്കം കാണുന്ന ഷോയിൽ ഇങ്ങനെ കള്ളുകൂടി അത്രയും നോർമലായിട്ട് അവതരിപ്പിക്കുന്നത് ശരിയാണോ അല്ലേ എന്ന്, അതിനെയാണ് നമ്മൾ നോർമലൈസേഷൻ എന്ന് പറയാം. അതായത് ഒരു കാര്യം അത് വളരെ നോർമലാണ് എന്ന് സൊസൈറ്റിയിലേക്ക് അജണ്ട പുഷ് ചെയ്യുക. അതെല്ലാവരും ചെയ്യുന്നതല്ലേ, സ്വാഭാവികമല്ലേ എന്ന് ഉള്ള ഒരു തോട്ട് ഉണ്ടാക്കി എടുക്കുക എന്നുള്ളതാണ്. സിനിമകളിലൊക്കെ നമ്മൾ സാധാരണ പറയുന്ന ഒരു കാര്യമാണ്, കള്ളുകൂടിയും ഇതുപോലെ തന്നെ വീഡിയോയിലും ഒക്കെ ആ രീതിയിൽ നോർമലൈസ് ചെയ്യുന്നു എന്നുള്ളത്. സെയിം കണ്ടീഷൻ. പിന്നെ നേരത്തെ പറഞ്ഞൊരു കാര്യം ഉണ്ടല്ലോ, അതായത് ഇങ്ങനെ ഇപ്പം എന്താണ് മോഹൻലാലും ബിഗ് ബോസും ഒക്കെ മുന്നോട്ട് വെക്കുന്നത് എന്നുള്ളൊരു വിഷയം. അതിലെനിക്ക് തോന്നുന്നത് വെച്ചാൽ അവർ പറയാൻ ഉദ്ദേശിക്കുന്ന ഒരു കാര്യം, ഇത് കുട്ടികളോട് പറയണം, ഇങ്ങനെയുള്ള ലെസ്ബിയനിസം ഉണ്ട്, ഇങ്ങനെയുള്ള കാര്യങ്ങളുണ്ട് എന്ന് പറയണം എന്നായിരിക്കും അവർ ഉദ്ദേശിക്കുന്നത്. അതിൻ്റെ ഒരു പ്രശ്നം എന്താണ്, അഗെയിൻ അത് പിന്നെ ഡീറ്റെയിലിങ്ങിലേക്ക് പോയി കഴിഞ്ഞാൽ ജെൻഡർ ഡിസ്ഫോറിയ പോലെയുള്ള വിഷയങ്ങളിലേക്ക് എത്തും. ചെറിയ കുട്ടികളുടെ മുമ്പിലേക്ക് ഒരു കൺഫ്യൂഷൻ ഇട്ട് കൊടുക്കാൻ. അത് ഒരുപക്ഷെ ആ അമ്മയുടെ കൺസേണും അത് തന്നെയായിരിക്കും. ലക്ഷ്മി എന്ന് പറയുന്ന ഒരു അമ്മയാണെങ്കിൽ ആ അമ്മയുടെ കൺസേണും അത് തന്നെയാണ്. ചെറിയ കുട്ടികൾ എന്ന് പറയുമ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം ഇത് മനസ്സിലാക്കാനുള്ള കൃത്യമായിട്ടുള്ള പ്രീഫ്രോണ്ടൽ കോർട്ടക്സ് ഒന്നും അവർക്ക് പിന്നെ ഡെവലപ്പ് ആയിട്ടില്ല, മെച്ചുവർ ആയിട്ടില്ല. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് കൺഫ്യൂഷനാണ് ആക്ച്വലി അവിടെ ഉണ്ടാവാൻ ചാൻസ് ഉള്ളത്. ആ കൺഫ്യൂഷനിലേക്ക് പോകുന്നത്, ഇത് നമ്മൾ വെറുതെ പറയല്ല, ജെൻഡർ ഡിസ്ഫോറിയ ഉണ്ടായിട്ടുണ്ട്, അത് കാരണം MTFും FTMും അല്ലെ അതൊക്കെ ഉണ്ടായിട്ടുണ്ട്, ഫീമെയിൽ ടു മെയിലും മെയിൽ ടു ഫീമെയിലും ഒക്കെ ഉണ്ടായിട്ടുണ്ട് എന്ന് പറയുന്നത് പഠനങ്ങളാണ്. അതുപോലെ തന്നെ പിന്നെ ചില പഠനങ്ങൾ കാണിച്ചത് ന്യൂയോർക്കിലോ മറ്റോ 27% അഡോളസൻസ് ഈ രീതിയിലേക്ക് ജെൻഡർ ഡിസ്ഫോറിയ ഉണ്ടായിട്ടുണ്ട്. അവർ കൺഫ്യൂഷൻ, ഞാൻ ആണാണോ പെണ്ണാണോ എന്നൊക്കെ. അപ്പോൾ ഈ വളരെ ചെറിയ പ്രായത്തിൽ ഇങ്ങനെയുള്ള അജണ്ടകൾ പുഷ് ചെയ്യുമ്പോൾ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ട് എന്നുള്ളത് തന്നെയാണ് നമ്മൾ പറയുന്നത്. അതെ. അപ്പം ഇതിൽ നേരത്തെ പറഞ്ഞ ഒരു നോർമലൈസേഷൻ എന്നുള്ളതിൽ ചില ആൾക്കാർ ഇപ്പം തന്നെ കമന്റ് എടുത്തിട്ടുണ്ടാവും, അതായത് കള്ളുകൂടി പോലെയാണോ ഇത്. ഓക്കെ, നിങ്ങൾക്ക് അത് തെറ്റല്ല. അതായത് ഒരു ലെസ്ബിയൻ റിലേഷൻഷിപ്പ് എന്നുള്ളത്, ലെസ്ബിയൻ സെക്സ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് തെറ്റല്ല. പക്ഷെ അത് തെറ്റാണെന്ന് വിചാരിക്കുന്ന ആളുകൾക്ക് അത് നോർമലൈസ് ചെയ്തതിനോട് വിയോജിപ്പുണ്ടാവും. എന്ന് വെച്ച് ഇപ്പോൾ ഇനി നാളെ അങ്ങനെ ഒരു ബിഗ് ബോസിൽ അങ്ങനെ ഒരു സംഭവം നടന്നു, കള്ളുകുടി നടന്നു. ഒരാൾ പോയിട്ട് പറയുകയാണ് ഇങ്ങനെ കള്ളുകുടി നോർമലൈസ് ചെയ്യുന്നതിനോട് എനിക്ക് വിയോജിപ്പില്ല. അപ്പോൾ ഒരു കള്ളു കുടിക്കുന്ന ഒരാൾ വന്നിട്ട് പറയുകയാണ്, എന്നാൽ പിന്നെ ഞങ്ങളെ കൊല്ലണോ, എന്നാൽ പിന്നെ ഞങ്ങളെ കൊല്ലണോ. ഇവിടെ യഥാർത്ഥത്തിൽ എന്താ കൊല്ലണം എന്ന് ആരെങ്കിലും പറഞ്ഞോ? അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും യോജിപ്പ് പറയാന്നുള്ളത് ഈക്വൽ ടു അവരുടെ എക്സിസ്റ്റൻസ് ഇല്ലാതാക്കുക എന്നുള്ള ഒരു വളരെ സിംപ്ലിസ്റ്റിക് ആയി ആ രൂപത്തിലേക്ക്, എന്തിനാണ് അങ്ങനെയൊക്കെ പറഞ്ഞാലാണ് എന്ത് ചെയ്യുക, ഒരു സിമ്പതി നേടുക എന്നുള്ളതാണ്. ഇവിടെ ആരും കൊല്ലുന്നതിനെ കുറിച്ചോ തല്ലുന്നതിനെ കുറിച്ചോ ഒന്നും പറഞ്ഞിട്ടില്ല. ഇങ്ങനെ ഒരു ഷോയിലൂടെ ഇത് വളരെ നോർമലാക്കി സമൂഹത്തിലേക്ക് അടിച്ചേൽപ്പിക്കുമ്പോൾ അത് അതിൻ്റെതായ രൂപത്തിൽ നേരത്തെ പറഞ്ഞതുപോലെ കുട്ടികൾക്ക് അവർക്ക് പിന്നെ എന്താണ് സെക്ഷുവാലിറ്റി, എന്താണ് ഐഡൻറ്റിറ്റി, ഇതിനെക്കുറിച്ചൊക്കെ മനസ്സിലായി വരുന്നേ ഉള്ളൂ. പ്രത്യേകിച്ചും ഒരു ടീനേജ് പ്രായം എന്ന് പറഞ്ഞാൽ ഒരു സ്വത്വ പ്രതിസന്ധി അടക്കം അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന കാലത്ത് ഈ ഒരു കാര്യം അവരിലേക്ക് എത്തുമ്പോൾ പലതരത്തിൽ അവരുടെ സെക്ഷുവാലിറ്റിയെക്കുറിച്ച്, അവരുടെ ഐഡൻറ്റിറ്റിയെക്കുറിച്ചുള്ള കാഴ്ചപ്പാടിൽ പലതരം പ്രശ്നങ്ങൾ ഉണ്ടാകും എന്നുള്ളത് നമുക്ക് ഒരുപാട് യൂറോപ്പിലൊക്കെയുള്ള കണക്കുകൾ നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യമാണ്. ഇതിൽ മാത്രമല്ല, ഇതൊരു കമ്മ്യൂണിറ്റിയുടെ, മുസ്ലിം കമ്മ്യൂണിറ്റിയുടെ പ്രശ്നം എന്നുള്ള നിലക്ക് മാത്രമല്ല, ഇതൊരു സൊസൈറ്റിയുടെ പ്രശ്നമാണ്. അവരുടെ കൺസേൺ ആയിട്ട് വരേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ അവരുടെ ഇത് കുട്ടികൾ എന്ന് പറയുമ്പോൾ മുസ്ലിം കുട്ടികളെ അല്ലെങ്കിൽ ഏതെങ്കിലും കമ്മ്യൂണിറ്റിയിലുള്ള കുട്ടികളെ മാത്രമല്ല ഇങ്ങനെയുള്ള എഫക്റ്റ് ചെയ്യുക. നിങ്ങൾ വേണമെങ്കിൽ ഇത് ഗൂഗിൾ ചെയ്ത് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് കൂടുതൽ പഠിക്കാൻ പറ്റും, ഈ എന്താണ് ജെൻഡർ ഡിസ്ഫോറിയ എങ്ങനെയാണ് ഉണ്ടാകുന്നതൊക്കെ. അപ്പോൾ ഇത് ഒരു സൊസൈറ്റിയിലുള്ള ടോട്ടൽ കുട്ടികളെയാണ് ബാധിക്കുന്നത്. അത് മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ ഇങ്ങനെയുള്ള വേഗമായിട്ടുള്ള കുറേ ആർഗ്യുമെന്റ്സ് ആണ് ഉണ്ടാവുക എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. ഇതിൽ നമ്മളിങ്ങനെയൊക്കെ പറയുമ്പോൾ ഒരുപക്ഷെ ചില ആളുകൾക്കെങ്കിലും സംശയം ഉണ്ടാവും, ശരിക്കും ഓക്കെ അതിൽ കുറച്ച് ആൾക്കാരെ ഇങ്ങനെ ലെസ്ബിയൻ ആയിട്ടുള്ള ആൾക്കാരൊക്കെ വന്നു എന്നുള്ളതല്ലാതെ ഈ ഷോക്ക് ഇങ്ങനെ ഒരു ഉദ്ദേശം ഉണ്ടാവും, ഇത് നമ്മൾ വെറുതെ നമ്മൾ വെറുതെ ആരോപിക്കുന്നതായിരിക്കാം. പക്ഷേ ഈ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചർച്ചയിൽ തന്നെ ഇവർ തന്നെ ഈ ഷോയിൽ ഉള്ളവരും ഹോസ്റ്റും തന്നെ എന്ത് ചെയ്തിട്ടുണ്ട്, എന്താണ് ഈ ഷോയുടെ ഉദ്ദേശ്യം എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് കൃത്യമായിട്ട് ഞങ്ങൾ വെറുതെ ആരോപിക്കുന്നതാണോ അല്ലെങ്കിൽ ഇതിനെ എതിരായി സംസാരിക്കുന്ന ആളുകൾ വെറുതെ ഒരു പിന്നെന്താ പറയുക നമ്മൾ ഉണ്ടാക്കിയെടുത്തുകൊണ്ട് പറയുന്നതാണോ എന്നുള്ളത് ആ ഭാഗം അവർ തന്നെ പറയുന്നത് കേട്ടോ. കപ്പിൾസ് അങ്ങനെ ഈ ഷോയുടെ ഉദ്ദേശം തന്നെ ഒരു എന്താ പറയുക, ഒരു പ്രോഗ്രസീവ് ആയിട്ടുള്ള ചിന്താഗതി, ഒരു എഡ്യൂക്കേഷൻ അത് മലയാളികളിലേക്ക് എത്തിക്കണം എന്നുള്ളതിൽ. അതുകൊണ്ടാണല്ലോ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് എല്ലാവരും എങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇന്ന പെർട്ടിക്കുലർ ആൾക്കാരെ മാത്രമേ ഇവിടെ ഷോയിൽ ഇട്ടാൽ മതിയല്ലോ. അതുകൊണ്ട് ഈ സ്റ്റേറ്റ്മെന്റിനോട് ഞാൻ ഒട്ടും യോജിക്കുന്നില്ല ഞാൻ ഇവിടെ വന്നപ്പോ. അപ്പോൾ കൃത്യമായിട്ട് തന്നെ പറയുന്നത് ഈ പ്രോഗ്രസീവ് എന്ന് പറഞ്ഞ് ഇവർ പറയുന്ന ഈ പുരോഗമനം എന്ന് പറഞ്ഞുകൊണ്ട് ഇത്തരം റിലേഷൻഷിപ്പുകൾ അടക്കം അത് സൊസൈറ്റിയിലേക്ക് എത്തിക്കുക, എഡ്യൂക്കേറ്റ് ചെയ്യുക. ആരെങ്കിലും മനസ്സിലാക്കുന്നുണ്ടെങ്കിൽ ഇതിനെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ ഇല്ല എന്നുള്ളതൊക്കെ വേറെ വിഷയം.
ഈ വിഷയങ്ങൾ, അതായത് ഈ ലെസ്ബിയനിസം അടക്കം LGBT അജണ്ടകളടക്കം എഡ്യൂക്കേറ്റ് ചെയ്യുക എന്നുള്ള ഒരു ഉദ്ദേശമാണ് ഈ ഒരു ഷോക്കുള്ളത് എന്നുള്ളത് അവർ കൃത്യമായിട്ട് പറയാൻ. അവർ തന്നെ അവിടെയുള്ള ഷോയിലുള്ള ഹോസ്റ്റുകളും അതേപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ആളുകളും തന്നെ വളരെ കൃത്യമായിട്ട് പറയാണ്. എഡ്യൂക്കേഷൻ എന്നുള്ളതല്ല, ശരിക്കും പറഞ്ഞാൽ പ്രൊപ്പഗാൻഡ പറയുന്നത്. അവരതിനെ പോസിറ്റീവായിട്ടാണല്ലോ പറയാം. അപ്പോൾ ഇത് വെറും ഒരു എന്റർടൈൻമെന്റ് ഷോ ആണ്, അത് ആരെയും ബാധിക്കാത്ത അല്ലെങ്കിൽ ഒരു കാഴ്ചപ്പാടിൽ ഒരു ചേഞ്ച് ഉണ്ടാക്കാത്തതെന്ന് ആരും വിചാരിക്കും. ഭയങ്കര നിഷ്കുകളായിട്ട് നമ്മൾ ചിന്തിക്കാൻ പാടില്ല. ഇത് നിങ്ങൾക്ക് ഇതിനെ സപ്പോർട്ട് ചെയ്യാം, എതിർക്കാം, അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം. പക്ഷേ ഇതിന് ഒരു അജണ്ടയും ഇല്ല, ഒരു താല്പര്യവും ഇല്ല എന്ന് പറയരുത്. ഈ ഷോയിൽ പങ്കെടുക്കുന്ന ഒരു ഹോസ്റ്റുകളും തന്നെ പറയുന്നു ഇതിന് കൃത്യമായ അജണ്ട ഉണ്ട്, ഇത് എഡ്യൂക്കേറ്റ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ് അജണ്ട എന്നുള്ളത്. എഡ്യൂക്കേറ്റ് മീൻസ് അവരുടെ ഒരു പുഷ് ചെയ്യുക എന്നുള്ളത് അജണ്ട എന്നുള്ളത് അവർ പറയാണ്. ഇനി മാത്രമല്ല, ഇത് പറയുമ്പോൾ ഒരു പക്ഷേ ഒരു കമൻറ്റിൽ വരാനൊക്കെ ചാൻസ് ഉള്ള ഒരു കാര്യം, എന്നാലും അവർ മറ്റേ ആ സ്ത്രീ ലക്ഷ്മി എന്ന് പറയുന്ന അവർ അങ്ങനെയൊക്കെ ചില ടേംസ് ഒക്കെ ഉപയോഗിച്ചല്ലോ, വീട്ടിൽ കയറ്റാൻ കൊള്ളാത്തത്. അത് ഒരു ഡിബേറ്റബിൾ ആയിട്ടുള്ള ഒരു കാര്യം. അങ്ങനെ പറയണോ ഒരാളുടെ നേരിട്ട് പറയുമ്പോൾ, മുഖത്ത് നോക്കി പറയുമ്പോൾ സ്വാഭാവികമായിട്ടുള്ള ചില പ്രശ്നങ്ങൾ. അപ്പോൾ അത് വേണോ വേണ്ടേ എന്നുള്ള ഒരു സംശയമൊക്കെ ഒരു പക്ഷേ അങ്ങനെ പറഞ്ഞതുകൊണ്ടായിരിക്കാം ഇത്തരം കാര്യങ്ങൾ പറഞ്ഞത് എന്നുള്ളത്. അതല്ല, അതായത് അവർ അത്തരത്തിലൊരു സ്റ്റേറ്റ്മെന്റ് നടത്തി എന്നിട്ട് തന്നെ അവർ പറഞ്ഞു അവരുദ്ദേശിച്ചത് നോർമലൈസ് ചെയ്യുന്നതിനെതിരായിട്ടാണ് എന്നുള്ളത്. അവർ പിന്നീട് പറയുന്നുണ്ട് അങ്ങനെ ഞാൻ പറഞ്ഞത് തെറ്റായി പോയി എന്നൊക്കെ അവർ പറയുന്നുണ്ട്, അവരുടെ ഭാഗം അവർ പറയുന്നുണ്ട്. പക്ഷെ അവർ പിന്നീട് പിന്നെ വീണ്ടും വീണ്ടും പറയുന്നൊരു കാര്യം, ഇതിനെ നോർമലൈസ് ചെയ്യുന്നതിന് എനിക്ക് യോജിപ്പില്ല. അപ്പോഴാണ് ഈ പറയുന്ന പോലെ മോഹൻലാലൊക്കെ പിന്നെ ഇറങ്ങിപ്പോന്നൊക്കെ പറയുന്നത്. അപ്പോൾ ഏതായാലും അതുമല്ല വിഷയം, അതുപോലുമല്ല വിഷയം. അപ്പം ഇതിൻ്റെ ഇടയിൽ വേറൊരു വിഷയം, അതായത് വേറൊരു മത്സരാർത്ഥി അവർ പിന്നെ ഈ ലെസ്ബിയൻ കപ്പിൾസായ ആളുകളോട് പറയാണ്, ഞാൻ നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, പക്ഷേ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കൂടുതൽ സംസാരിക്കാൻ താല്പര്യമില്ല, ചിലപ്പോൾ അറിയാത്തത് കൊണ്ടായിരിക്കാം എന്ന് പറയുന്നുണ്ട്. അതുപോലും പ്രശ്നമാണ്. അതായത് ശരിക്കും മനസ്സിലാക്കുക, ഈ ഷോകളൊക്കെ എവിടേക്കാണ് സൊസൈറ്റിയെ കൊണ്ടുപോകുന്നത് എന്നുള്ളത് കൃത്യമായി മനസ്സിലാക്കുക. നിങ്ങൾ LGBT എതിർക്കണം എന്നില്ല, സപ്പോർട്ട് ചെയ്തുകൊണ്ട് വിശദീകരിച്ചൊന്നും സംസാരിച്ചിട്ടില്ലെങ്കിൽ പോലും നിങ്ങൾ പ്രതിയാണ്. ഞാൻ പറയുന്നത് ഇതൊക്കെ ഇപ്പോൾ ഒരു ഷോയിലായിരിക്കാം, ഇനി അങ്ങോട്ട് നമ്മുടെ സൊസൈറ്റിയിലേക്ക് ഇത്തരം ഒരു അവസ്ഥ ഉണ്ടാക്കാനാണ് ഇവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. സപ്പോർട്ട് ചെയ്താൽ മാത്രം പോരാ, അതിനുവേണ്ടി സംസാരിക്കണം. സപ്പോർട്ട് ചെയ്താലും പോരാ, സംസാരിക്കണം. കേട്ടോളൂ. ഞാൻ യോജിക്കുന്നില്ല. ഞങ്ങൾ അന്ന് ഞാനും പ്രവീണും സംസാരിക്കും, മനു വന്നപ്പോൾ ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു, നോട്ട് ബാക്ക് സ്റ്റാബിങ് യു, എന്നോട് ഞാൻ ഫ്രണ്ട് എന്ന് പറയാണ്, LGBTQ കമ്മ്യൂണിറ്റിനെ പറ്റിയിട്ട് നിന്റെ അഭിപ്രായം എനിക്ക് ഇവിടെ പറയാൻ താല്പര്യമില്ലെന്ന് പറഞ്ഞു. ഞാൻ നിന്റെ ഒപ്പീനിയൻ അല്ല, എന്താ അറിയാ നിനക്ക്, എന്തോ ഒരു സർഫസ് ലെവലോ അല്ലെങ്കിൽ എന്താണ് നിന്റെ ഒരു അറിവെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അവള് എനിക്ക് അതിനെ പറ്റി ഇവിടെ പറയാൻ താല്പര്യം ഇല്ല, പക്ഷെ അവള് ഞങ്ങള് ആസ് ആൻ ഇൻഡിവിജ്വൽസ് ഞങ്ങള് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അവരെന്നെ ചോദിക്കുന്നുണ്ട് എന്തിനാ അതൊക്കെ ഇവിടെ എടുത്തിടുന്നതെന്ന് ചോദിക്കുന്നുണ്ട്. എനിക്ക് അതിൽ വേറൊരു കാര്യം തോന്നിയെന്ന് വെച്ചാൽ, മോഹൻലാൽ ഈ പറഞ്ഞ പോലെ വലിയ ഷോ കാണിച്ചല്ലോ, ആ ഷോൻ്റെ ഇടക്ക് മോഹൻലാൽ പറയുന്നുണ്ട് ഇതൊക്കെ എന്തിനാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്, ഇതൊരു വേറെ ഷോ അല്ലേ, ഷോൻ്റെ ഉള്ളിൽ നിങ്ങൾ ജെൻഡർ സെക്ഷുവാലിറ്റി ഒക്കെ ചർച്ച ചെയ്യണമെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഇവർ അതിൻ്റെ ഉള്ളിൽ പോയി ചർച്ച ചെയ്യുന്നത് എന്താണ്, നിങ്ങൾ ഓരോരുത്തരുടെ പോയിട്ട് ഇതുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്താണ് അഭിപ്രായം, എന്നിട്ട് അവരെ അഭിപ്രായം പറയണം, എന്നിട്ട് അത് ഷോയിൽ വരണം, കൂടുതൽ ആൾക്കാർ സപ്പോർട്ട് ചെയ്തിരിക്കണം, അത് തുറന്ന് പറഞ്ഞിരിക്കണം, വിശദീകരിച്ച് പറയണം. അത് പറഞ്ഞിട്ടില്ലെങ്കിൽ ലാലേട്ടനോട് പോയിട്ട് എന്ത് ചെയ്യുക, പരാതിപ്പെടുക. എന്താണ് ഇതിന്റെ ഒക്കെ അവസ്ഥ? അതായത് ഒന്ന് ആലോചിച്ച് നോക്കുക, നിങ്ങൾ എതിർക്കാൻ എന്തായാലും പാടില്ല കേട്ടോ, അതായത് എതിർപ്പ് പറയാൻ പാടില്ല, നോർമലൈസ് ചെയ്യുക എന്നതിനോടുള്ള ഒരു വിയോജിപ്പ് പ്രകടിപ്പിക്കാൻ പാടില്ല, സപ്പോർട്ട് ചെയ്യണം എന്നുള്ളത് നിർബന്ധമാണ്. സപ്പോർട്ട് വിശദീകരിച്ച് സംസാരിക്കണം, ഇല്ലെങ്കിൽ നിങ്ങൾ പ്രതിയാണ്. ഒന്ന് ആലോചിച്ച് നോക്കുക, ഇത് വേറെ ഏതെങ്കിലും ഒരു വിഷയത്തിൽ ഇത് പോസിബിൾ ആണോ? ഒന്ന് ആലോചിച്ച് വെക്കുക. ഇത് ഞാൻ പറയുന്നത് ഇത് കേവലമായിട്ടുള്ള ഏതെങ്കിലും ഒരു ഷോയിൽ നടക്കുന്ന ഒരു പരിപാടി, അത് അങ്ങനെയാണെങ്കിൽ നമുക്കിത് ഇതിലൊന്നും ഒരു ബന്ധമില്ല, അല്ലെങ്കിൽ ഇതൊന്നും നമ്മളെ ബാധിക്കുന്ന ഒരു കാര്യമല്ല. പക്ഷേ ഇത് സൊസൈറ്റിയിലേക്കാണ് ഇത്തരം ചിന്താഗതികൾ വരുന്നത് എന്നുള്ളതാണ്. എന്നിട്ട് ഇങ്ങനെ അതായത് സപ്പോർട്ട് ചെയ്തു പക്ഷെ വിശദീകരിച്ച് സംസാരിച്ചില്ല. ഈ ഒരു മഹാകുറ്റമാണ്, മഹാപരാധമാണല്ലോ, അത് പാടില്ലാത്തൊരു കാര്യം. അതിന്റെ പേരിൽ വിചാരണയാണ്. പിന്നെ ഈ മത്സരാർത്ഥികളൊക്കെ വന്നിട്ട് വിചാരണ, അടുത്ത ജനകീയ വിചാരണയാണ്. ഷോയില് പറഞ്ഞിട്ടില്ല, അത് എന്താ റീസൺ എനിക്കറിയില്ല, പക്ഷേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറഞ്ഞിരിക്കണം അല്ലെ, ഇതുമായി ബന്ധപ്പെട്ട് പറഞ്ഞിരിക്കണം എന്താ റീസൺ, നീ എന്താ പറയാത്തത്. അതായത് നിങ്ങൾ LGBT സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഉപന്യാസം എഴുതിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തുകൊണ്ട് അത് എഴുതിയില്ല എന്നുള്ള വിശദീകരണ കുറിപ്പ് LGBT ആക്ടിവിസ്റ്റുകളുടെ മുമ്പിൽ സമർപ്പിച്ച് അവര് ഓക്കെ ആയിരിക്കുന്നു എന്ന് പറയേണ്ടതാകുന്നു. ആലോചിച്ച് നോക്കണം. എന്നിട്ട് ബാക്കി വിചാരണയാണ്. ഇത് പറയണല്ലോ, നോർമൽ തിങ്ങല്ലേ, പറയണല്ലോ. ഇവിടെ വെച്ച് പറയാൻ പറ്റില്ല മാത്രമേ ഉള്ളൂ. അത് ഞങ്ങളുടെ ഇഷ്ടമല്ലേ, ഇവിടെ എന്ത് സംസാരിക്കണം എന്നുള്ളത്.
അപ്പോൾ അതിനെ വേറെ രീതിയിൽ കൊണ്ടുപോകുന്നുണ്ട്. Yes, അതായത് ഇത് പറഞ്ഞു കഴിഞ്ഞാൽ ഫാൻസ് കുറയും എന്നൊക്കെ പറഞ്ഞിട്ട് ആ രീതിയിലേക്ക് കൊണ്ടുപോകുന്നുണ്ട്. എന്തായാലും നിർബന്ധമായിട്ട് സംസാരിച്ചിരിക്കണം ഇതാണ് പറയുന്നത്. അത് വിശദീകരിച്ച് പറഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് എന്തുകൊണ്ട് എന്നുള്ളത് വിശദീകരിക്കണം എന്നുള്ളതാണ്. അപ്പോൾ ഇതാണ് അൾട്ടിമേറ്റ്ലി ഇതിൻ്റെ ഒരു പ്രശ്നം എന്ന് പറയുന്നത്. അതായത് ഒന്നാമത് ഇത് വളരെ നോർമലാണ് എന്ന ഒരു അജണ്ട പുഷ് ചെയ്യുക, എന്നിട്ട് അതിനെതിരായി സംസാരിക്കാൻ പാടില്ലെന്ന് പറയുക, അതിനെ നോർമലൈസ് ചെയ്യാൻ അതിനോടുള്ള വിയോജിപ്പ് പോലും പറയാൻ പാടില്ലെന്ന് പറയുക, എന്നിട്ട് വിയോജിപ്പ് പറയുമ്പോൾ ചോദിക്കും എന്തിനാ ഇങ്ങനത്തെ വിഷയങ്ങളൊക്കെ സംസാരിക്കുന്നത് എന്ന്. സപ്പോർട്ട് ചെയ്തിട്ടാണെങ്കിൽ സംസാരിക്കുകയും വേണം. സംസാരിച്ചിട്ടില്ലെങ്കിൽ സപ്പോർട്ട് ചെയ്തിട്ട് വിശദീകരിച്ച് സംസാരിച്ചിട്ടില്ലെങ്കിൽ അത് കുറ്റവും. ഇങ്ങനെ ഒരു സാഹചര്യത്തിലേക്ക് ഇത് സൊസൈറ്റിയുടെ റിഫ്ലക്ഷനാക്കി വരികയാണ്. നാളെ മുതൽ നമ്മുടെ ക്യാമ്പസിൽ പോയിട്ട് ഒരാൾ LGBT സപ്പോർട്ട് ചെയ്ത് ഇങ്ങനെ വിശദീകരിച്ച് സംസാരിച്ചിട്ടില്ലെങ്കിൽ ഇതേ വിചാരണ നേരിടുന്ന ഒരു അവസ്ഥയിലേക്ക് സൊസൈറ്റിയെ കൊണ്ടുപോവുക എന്നുള്ളതാണ് ഇവർ ചെയ്യുന്നത്. ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു പ്രൊപ്പഗാൻഡ എങ്ങനെയാണ് പുഷ് ചെയ്യുന്നത് എന്നുള്ളതിൻ്റെ ഒരു കറക്റ്റ് പിക്ചറാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. അത് നമ്മുടെ വീടകങ്ങളിലേക്ക് എത്തുന്നു എന്ന് പറയുമ്പം ഇത് നമ്മൾ ഈ പറയുന്ന 1, 2, 3 ആളുകൾക്ക് മാത്രമുള്ള വിഷയമല്ല, എല്ലാവരും ഇതിനെതിരെ പറയണം എന്നുള്ളത് തന്നെയാണ് നമുക്ക് പറയാനുള്ളത്. അപ്പോൾ അൾട്ടിമേറ്റ്ലി ഇവർ ഈ പറഞ്ഞ അജണ്ടകളൊക്കെ പുഷ് ചെയ്തുകൊണ്ട് എത്ര നമ്മൾ പൊതുവെ പറയാറുണ്ട് ഈ ലിബറൽ ആശയങ്ങൾ പുഷ് ചെയ്യാനാണിത് എന്നൊക്കെ പറയാറുണ്ട്. പക്ഷേ പല ആൾക്കാർക്കും അതൊക്കെ ഒരു എന്താ പറയുക ഒരു കോൺട്രവേഴ്സി പറയുക, അല്ലെങ്കിൽ പിന്നെന്താ പറയുക നമ്മൾ മെയ്ഡപ്പായിട്ട് കുറേ കാര്യങ്ങൾ പറയുക എന്നുള്ള രൂപത്തിൽ. പക്ഷേ വളരെ കൃത്യമായിക്കൊണ്ട് ഇവരുടെ മൊറാലിറ്റിയും ഐഡിയോളജിയും തന്നെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് ഇതിൽ ഈ ചർച്ചന്റെ മറ്റൊരു ഭാഗം. നമുക്കത് കേൾക്കുമ്പോൾ ഇതിന് ആക്ച്വലി ഈ ഒരു ചോദ്യത്തിന് ഒരു പൊളിറ്റിക്കൽ ആയിട്ട് റൈറ്റ് ആൻസർ ഇല്ല. ഇഫ് യു ആർ സപ്പോർട്ടിങ് ഓർ അഗെയിൻസ്റ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് യാതൊരു റൈറ്റ് ഇല്ല. വി കൻ ജസ്റ്റ് എക്സിസ്റ്റ്. എല്ലാവരും എക്സിസ്റ്റ്, ഹ്യൂമാനിറ്റി എക്സിസ്റ്റ് ചെയ്യുന്ന പോലെ തന്നെ നമുക്ക് എക്സിസ്റ്റ് ചെയ്യാനേ പറ്റത്തുള്ളൂ ഈ കാര്യത്തിന്. ഇതിനകത്ത് ഇത് തെറ്റാണോ ഇല്ലെങ്കിൽ ഇത് റൈറ്റ് ആണോ പറയാൻ നമ്മൾ ആരും ഇല്ല. അത് ഒരു കാര്യത്തിലും ഇല്ല മോനെ, അത് ഒരു കാര്യത്തിലും ഇല്ല. നിങ്ങൾക്ക് നിങ്ങളുടെ ഫിലോസഫിയിൽ ജീവിക്കാനേ പറ്റുള്ളൂ, അല്ലാതെ മറ്റവന്റെ തലയിൽ കയറിയിട്ട് ജീവിക്കരുത്. അല്ല, അവിടെ പറഞ്ഞൊരു കാര്യമുണ്ട്. അതായത് ഇത് റൈറ്റ് ആണോ റോങ് ആണോ എന്നുള്ള ചർച്ച പോലും പാടില്ല. അങ്ങനെ ഒരു ചർച്ചക്കുള്ള സ്പേസ് ഇല്ല. അങ്ങനെ ഒരു സംഭവം ഇതെന്ന് പറഞ്ഞാൽ ഇത് എക്സിസ്റ്റൻസുമായി ബന്ധപ്പെട്ട വിഷയമാണ്. വീണ്ടും കൊണ്ടുവന്നത് മനസ്സിലാക്കണം. ഇത് അങ്ങനെയുള്ളൊരു വിഷയമാണ്. അതുകൊണ്ട് ഇതിങ്ങനെ ചർച്ച ചെയ്യേണ്ട ആവശ്യം പോലും ഇല്ല. എല്ലാവരും എന്ത് ചെയ്യുക, ഇത് സപ്പോർട്ട് ചെയ്യുക. ഇതൊരു പിന്നെ അവരുടെ എക്സിസ്റ്റൻസ് അല്ലേ, നമ്മളൊക്കെ സപ്പോർട്ട് ചെയ്യുക എന്നുള്ളതല്ലാതെ മറ്റൊരു ഓപ്ഷൻ ഇല്ല. എന്നിട്ട് അവസാനം പറഞ്ഞ ആ ഒരു വാചകം അത് കുറച്ചും കൂടി ഒരു രസകരമായ ഒരു കാര്യമാണ്. മറ്റവന്റെ തലയിൽ കയറിയിട്ട് ജീവിക്കരുത്. അപ്പോൾ ഒരു അഭിപ്രായം പറഞ്ഞതിന്റെ പേരിൽ ഒരാളെ തലയിൽ കയറി അമ്മാനം ആടിയതിനു ശേഷമാണ് ബാക്കിയുള്ളവരുടെ തലയിൽ കയറരുത്, ഓരോരുത്തർക്കും അവരവരുടെ ഫിലോസഫിയാണെന്നൊക്കെ പറയുന്നത്. ഫിലോസഫി ആണെങ്കിൽ ഈ എതിർപ്പുള്ള ഫിലോസഫികളെയും അംഗീകരിക്കാൻ പറ്റില്ല. ആ എതിർപ്പുള്ള ഫിലോസഫികളുടെ തലയിൽ കയറി പിന്നെ ഇറങ്ങിപ്പോയെന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത് ഈ വർത്തമാനം പറയുന്നത് എന്നുള്ളതാണ്. അൾട്ടിമേറ്റ്ലി എന്താ വെച്ചാൽ ഇവരുടെ ഫിലോസഫി അംഗീകരിച്ചോളുക. അതിനപ്പുറത്തേക്കുള്ള അതിനോടുള്ള വിയോജിപ്പുകൾ പറയുന്ന ഫിലോസഫികൾ പറയാൻ പാടില്ല എന്നുള്ളത് തന്നെയാണ് ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ഇത് പറയാൻ കാരണം എന്താ വെച്ചാൽ ഈ ഷോ നമ്മൾ വീണ്ടും പറയുന്നത് ഇത് കാണാറില്ല. ഈ വിഷയവുമായി ബന്ധപ്പെട്ടുള്ള മൊത്തത്തിലുള്ള ഒരു കാര്യം ഒരാൾ കമ്പൈൽ ചെയ്ത് അയച്ചതുകൊണ്ട് അത് കാണാൻ സാധിച്ചു. അപ്പോൾ ഏതായാലും അതിലൊക്കെ നമുക്ക് നിരന്തരമായി കാണാൻ സാധിക്കുന്ന ഇത്തരം ഒരു ചിന്താഗതി അത് ശരിയാണെന്ന് വിശ്വസിക്കുന്നവരുണ്ടാകാം. അത് വളരെ ജെന്യൂനായി അത്തരത്തിൽ വിശ്വാസം ഉള്ളവർക്ക് അത് വിശ്വസിക്കാം, അതിനനുസരിച്ച് പ്രവർത്തിക്കാം, അല്ലെങ്കിൽ അതിനനുസരിച്ച് പ്രൊപ്പഗേറ്റ് ചെയ്യുക, അതൊക്കെ ശരിയാണ്. പക്ഷേ പൊതുജനങ്ങളിലേക്ക് ഇത്തരം കാര്യങ്ങൾ നോർമലാണ് എന്നത് ഒരു ഇമോഷണലി കൂടി പുഷ് ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമ്പോൾ അത് പുതിയ തലമുറയിലേക്കടക്കം ഈ ധാർമ്മികതയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ശ്രദ്ധിച്ച് ജീവിക്കണം എന്ന് വിചാരിക്കുന്ന ആളുകൾക്കടക്കം അത് ബാധിക്കുന്ന അവസ്ഥകൾ ഉണ്ടാകും എന്നുള്ളതാണ് ഇതിൻ്റെ കൺസേൺ ആയിട്ട് പറയുന്നത്. അതൊക്കെ ഷോ കാണുന്ന ആളുകൾ സ്വന്തം റിസ്കിൽ കൂടി എടുക്കേണ്ട ഒരു കാര്യം കൂടിയാണ്. പക്ഷേ പൊതുസമൂഹത്തിലേക്ക് ഇത് പുഷ് ചെയ്യുക എന്നുള്ളത് വളരെ കൃത്യമായൊരു അജണ്ടയാണ് എന്ന് അവരുടെ തന്നെ സംസാരങ്ങളിൽ വന്ന സ്ഥിതിക്ക് അത് വളരെ ഗൗരവത്തോടു കൂടി തന്നെ എടുക്കണം. നമുക്ക് യൂറോപ്പിലോ അല്ലെങ്കിൽ മറ്റ് പല രാജ്യങ്ങളിലൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നത് എങ്ങനെയാണ് ആ സൊസൈറ്റിയിൽ ഇത്തരത്തിലുള്ള പല കാര്യങ്ങളും നോർമലായത്. നമ്മൾ ഇന്ന് വളരെ പിന്നെ പ്രശ്നവൽക്കരിച്ച് കാണുന്ന പല കാര്യങ്ങളും യൂറോപ്യൻ സൊസൈറ്റിയിൽ ഓൾറെഡി നടക്കുന്നുണ്ട്. എങ്ങനെയാണ് നടക്കുന്നത്? ഇതുപോലെയുള്ള പോപ്പുലർ ഷോകളിലൂടെ, റിയാലിറ്റി ഷോകളിലൂടെ, സിനിമകളിലൂടെയൊക്കെ അതിങ്ങനെ നിരന്തരം കാണിച്ച് അതിനെ നോർമലൈസ് ചെയ്തുകൊണ്ടാണ് പല സൊസൈറ്റികളിലും പല കാര്യങ്ങളും അതൊരു നോമാക്കി എടുത്തിട്ടുള്ളത്. അതിനാണ് ഈ നോർമലൈസേഷൻ എന്ന് പറയുക. അത് നിരന്തരമായി നടന്നുകൊണ്ടിരിക്കുകയാണ്. കേരളത്തിലേക്കും അത് വന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ കഴിഞ്ഞ കുറച്ച് കാലമായി അത് വളരെ പിന്നെ ലോ പേസിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത് ഒരു വശത്ത് ഇത് പറയുമ്പോൾ വേറൊരു വശത്ത് നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനെതിരെ നമ്മൾ പറയുന്നു എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ അതിനെതിരെ പറയാനുള്ള ഒരു റൈറ്റ് വേണം
അവരതിനെ പ്രൊപ്പഗേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെതിരെ പറയാനുള്ള റൈറ്റ് നമുക്കുണ്ടല്ലോ എന്ന് നമ്മൾ പറയുമ്പോൾ ചില ആൾക്കാർ ചിന്തിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ അതൊരു റൈറ്റ് ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റുമോ? കാരണം അവരുടെ ജീവിതം വെച്ചിട്ടാണല്ലോ നിങ്ങൾ ഡിബേറ്റ് ചെയ്യുന്നത് എന്നൊക്കെ. നമ്മൾ പറയുന്നത് എന്താ, ഈ ആക്ടിനെ നമ്മൾ ഒരിക്കലും എന്ത് ചെയ്യുന്നില്ല, അംഗീകരിക്കുന്നില്ല. അതിനെ അംഗീകരിക്കാതിരിക്കാൻ നിങ്ങൾക്ക് പാടില്ല എന്ന് പറയുന്നത് എന്ത് ഇതാണ്. അപ്പം അവിടെയാണ് നമ്മൾ ഇത് വളരെ ക്ലിയർ ആയിരിക്കണം. അതായത് ഇതിനെ എതിർക്കുന്നു എന്ന് നമ്മൾ പറയുമ്പോൾ അങ്ങനെയുള്ളൊരു ആക്ട് ശരിയല്ല എന്ന് വിശ്വസിക്കാൻ പിന്നെ ആരൊക്കെ അങ്ങനെ മുന്നോട്ട് വരുന്നു അവർക്ക് അങ്ങനെ വിശ്വസിക്കാൻ സാധിക്കണം എന്നുള്ളതാണ് നമ്മൾ പറയുന്നത്. അതുപോലും പാടില്ല എന്ന് പറയുന്നുണ്ടെങ്കിൽ അത് അവിടെ എത്തി എന്നുള്ളതാണ്. അതിൻ്റെ ഒരു 4 സ്റ്റേജ് ഇവിടെ എത്തിക്കഴിഞ്ഞു എന്നുള്ളതാണ്. പല ആളുകൾക്കും പല തോന്നലുകൾ ഉണ്ടാകും. അപ്പോൾ ആ തോന്നലുകൾക്കനുസരിച്ചൊക്കെ അവർക്ക് ജീവിക്കാം എന്ന് വിചാരിക്കുന്നവർക്ക് അങ്ങനെ അതൊരു മോറൽ പൊസിഷനായി എടുക്കാം. ഞങ്ങൾ വിശ്വസിക്കുന്നത് പല ആളുകൾക്കും പല തോട്ട്സ് ഉണ്ടാവും, പലതരത്തിലുള്ള ഓറിയൻറ്റേഷൻസ് ഉണ്ടാവും. ആ ഓറിയൻറ്റേഷൻസ് ധാർമ്മികതയുടെ ഒരു അരിപ്പയിലൂടെ നോക്കി ശരിയായത് മാത്രം ചെയ്യണം എന്ന് വിശ്വസിക്കുന്നവരാണ് ഞങ്ങൾ. അപ്പം പിന്നെ ഇത് പ്രകൃതിപരമാണോ, അവരങ്ങനെ തന്നെയാണോ, ഇതൊക്കെ വലിയ ഡിബേറ്റുകളാണ്. നമ്മൾ ഓൾറെഡി നമ്മുടെ ചാനലിൽ അത്തരത്തിലുള്ള ഒരുപാട് വീഡിയോസ് ഉണ്ട്, അതിലേക്ക് വീണ്ടും കടക്കുന്നില്ല. അങ്ങനെ ഒരാൾക്ക് ജെന്യൂനായിട്ട് അത്തരത്തിലുണ്ടെങ്കിൽ പോലും അതിൻ്റെ മോറൽ സൈഡ് കംപ്ലീറ്റ്ലി ഡിഫറൻ്റ് ആണ്. അത് തെറ്റാണെന്ന് വിശ്വസിക്കാനും ഇവിടെ അവകാശമുണ്ട്. തെറ്റാണെന്ന് വിശ്വസിക്കാൻ റിലീജിയസ്ലി അവകാശമുണ്ട് എന്ന് പറയുമ്പോൾ തന്നെ അതിൻ്റെ കോൺസിക്വൻസ് ഈ റിലീജിയൻ മാത്രമായിരിക്കില്ല അനുഭവിക്കുക, സൊസൈറ്റി ആസ് എ ഹോൾ ആയിരിക്കും അനുഭവിക്കുക എന്നുള്ളത് കൂടി. അതുകൊണ്ട് ഇതെല്ലാവരുടെയും കൺസേൺ ആവണം എന്നുള്ളത് കൂടി എൻ്റെ കൂടെ സൂചിപ്പിക്കുകയാണ്. അപ്പോൾ ഇതാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പറയാനുള്ളത്. ഇത്തരം കാര്യങ്ങൾ പലപ്പോഴും ഒരു എന്താ പറയുക, വളരെ നിസ്സാരമായ കാര്യമായിട്ടോ അല്ലെങ്കിൽ ഏതൊരു ഷോയിൽ നടന്നിട്ടുള്ള കുറച്ച് പിന്നെ രസകരമായ മൊമെൻറ്റ്സ് എന്നുള്ള നിലക്കോ മനസ്സിലാക്കുന്നതിനപ്പുറത്ത് ഇതുകൊണ്ടുണ്ടാകുന്ന ഇംപ്ലിക്കേഷൻസിനെ കുറിച്ച് കുറച്ചുകൂടി ഗൗരവത്തിൽ അറിയാനും പഠിക്കാനും ശ്രമിക്കണം. യൂറോപ്പിലൊക്കെ എന്ത് സംഭവിച്ചു എന്നുള്ളത് പരിശോധിച്ച് നോക്കിയാൽ തന്നെ, അവിടെ നിന്നുള്ള സ്റ്റാറ്റിസ്റ്റിക്സ് പരിശോധിച്ച് നോക്കിയാൽ തന്നെ നമുക്കത് വളരെ കൃത്യമായി ബോധ്യപ്പെടും എന്നുള്ളതാണ് പറയാനുള്ളത്. ഇൻഷാ അല്ലാഹ് ഇത്തരം വിഷയങ്ങൾ നമുക്ക് ഇനിയും ചർച്ച ചെയ്യാനുണ്ട്. ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കുക. ഈ ഒരു സമയത്ത് ഈ ഒരു വീഡിയോ അവസാനിപ്പിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.